നമുക്ക് വിസിറ്റേഴ്സ് ടിക്കറ്റ് വാങ്ങി എയർപോർട്ടിനകത്ത് കടന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഫ്ലൈറ്റിന്റെ അറൈവൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. കൊള്ളാം. ബോംബെയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് 999 11 മണിക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ETA എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. നമുക്ക് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് പോവാം. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് വെച്ചാ? എനിക്കറിയാം. ഇത് എയ്റോപ്ലെയിനാ. അല്ല രാജു, അതാണ് എയ്റോപ്ലെയിൻ. ഈ സ്ഥലത്തിന്റെ പേര് എയർപോർട്ട് എന്നാണ്. എയ്റോപ്ലെയിൻ പുറപ്പെടുകയും തറയിറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് എയർപോർട്ട്. എയ്റോപ്ലെയിൻ വളരെ വേഗം സഞ്ചരിക്കും. ഓ, നമ്മള് ചെന്നൈയിൽ എത്തിയല്ലോ. ഇത്രയും പെട്ടെന്നോ? എന്തൊരു അത്ഭുതം. സത്യത്തിൽ നിന്റെ അങ്കിളിന് മുംബൈയിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ എയ്റോപ്ലെയിനിൽ ഇവിടെ എത്തിച്ചേരാനാവും. പക്ഷേ അദ്ദേഹം ട്രെയിനിലാണ് വന്നിരുന്നതെങ്കിൽ 24 മണിക്കൂറോ അതിലധികമോ വേണ്ടി വന്നേനെ. കണ്ടോ രാജു, അവരവരുടെ ലഗേജസ് എടുക്കാൻ പോയിരിക്കുക. അവര് മുംബൈയിൽ നിന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന ലഗേജ് കൺവെയർ ബെൽറ്റ് വഴി ഇവിടെ എത്തും. ഹായ് രാജുമോനെ, ഞങ്ങള് നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെന്നൈയിൽ എത്തിയിരിക്കുക. മുംബൈന്ന് എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് അങ്കിൾ? രാജു, ഇങ്ങനെ ചോദിക്കുന്നത് അച്ചടക്കമില്ലായ്മയാ. ആരോടായാലും മര്യാദയോടെ പെരുമാറണം. നമസ്കാരം അങ്കിൾ. നമസ്കാരം ആന്റി. സുഖമാണോ? ഹലോ രാജീവ്. എനിക്കറിയായിരുന്നു നീ എയർപോർട്ടിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് ഞാനിത് നിനക്കായി കരുതിയതാ. അയ്യോ, എനിക്കിത് എന്താന്ന് തുറന്നു നോക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. നല്ല കുട്ടിയല്ലേ രാജു, അവരോട് നന്ദി പറയേ. നമുക്ക് വീട്ടിൽ ചെന്ന് നിന്റെ സമ്മാനം തുറന്നു നോക്കാം. താങ്ക് യു അങ്കിൾ. ഇവയാണ് നാം എയർപോർട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ. ഇതാണ് എയർലൈൻ ടിക്കറ്റ്. വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ നാം ഇതുപോലെയൊരു ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഇതാണ് എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ അതിവേഗം സഞ്ചരിക്കും. മണിക്കൂറുകൾക്കകം രാജ്യത്തിന്റെ ഏതു ഭാഗത്തും എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ലഗേജ്. നാം സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമ്മോടൊപ്പം പല സാധനങ്ങളും എടുത്തുകൊണ്ടുപോകാറുണ്ട്. അതായത് വസ്ത്രങ്ങൾ, കൂടാതെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ എന്നിവ നന്നായി പാക്ക് ചെയ്ത് ലഗേജായി കൊണ്ടുപോകുന്നു. നമ്മുടെ ലഗേജുകളുടെ എണ്ണം കുറച്ചാൽ നമ്മുടെ യാത്ര വളരെയധികം സുഖപ്രദമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹമാണ് പൈലറ്റ്. പൈലറ്റാണ് എയ്റോപ്ലെയിൻ ഓടിക്കുന്നത്. പൈലറ്റാവാൻ കഠിനമായ പരിശീലനം അത്യാവശ്യമാണ്.